നമ്മുടെയൊക്കെ ജീവിതത്തിൽ കീഴടങ്ങുക എന്ന വാക്കിനേക്കാൾ പ്രാധാന്യം കീഴടക്കാൻ എന്ന വാക്കിനായിരിക്കണം. ആ മനസ്ഥിതി ഉള്ളവർ മാത്രമാണ് ഒരു ജീവിതത്തിൽ എന്നും വിജയിച്ചിട്ടുള്ളത്. മലയാളിക്ക് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് മുന്നിൽ അങ്ങനെ ഒരാളുണ്ട്, എം.എ. യൂസഫ് അലി. പലതും കീഴടക്കിയ മനുഷ്യനാണ് അദ്ദേഹം. താഴെത്തട്ടിൽ നിന്നും തുടങ്ങിയ തൻ്റെ ജീവിതത്തിലൂടെ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് കീഴടക്കിയ അദ്ദേഹം അതിലൂടെ എത്രയോ പേർക്ക് താങ്ങും തണലായി. എത്ര മനസ്സുകളാണ് കീഴടക്കിയത്. അദ്ദേഹത്തെ മാതൃക ആക്കാൻ ആഗ്രഹിക്കുന്നവർ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഉണ്ട്. ഇപ്പോൾ മലയാളിയായ ഒരു പർവ്വതാരോഹകൻ എവറസ്റ്റിന് മുകളിൽ ഇരുന്ന് പറഞ്ഞ വാക്കുകൾക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈയടിക്കുകയാണ്. ഒരു നാൾ യൂസഫ് അലിയെ കാണണം, അദ്ദേഹത്തെ മോഡലാക്കണം. പർവ്വതാരോഹകന്റെ വൈറൽ വാക്കുകൾ. എവറസ്റ്റിന് മുകളിലിരുന്ന് ഒരു പർവ്വതാരോഹകന്റെ വീഡിയോ മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്വപ്നം കാണാനും അതിന് ചിറകുകൾ നൽകാനും കഴിയുക ഒരു ഭാഗ്യമാണ്. എവറസ്റ്റ് കൊടുമുടിയിലേക്ക് എത്തി ഒരു മലയാളിയായ പർവ്വതാരോഹകൻ പറയുന്ന വാക്കുകൾ സമൂഹ മാധ്യമ ശ്രദ്ധ നേടുകയാണ്. പർവ്വതാരോഹകനായ ഷെയ്ഖ് ഹസൻ ഖാനാണ് എവറസ്റ്റിന് 50 മീറ്റർ അടുത്ത് നിന്ന് തൻ്റെ ഏറ്റവും പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു. നാട്ടിലെ ലുലു മാളിൽ നിന്ന് വാങ്ങിയ ഈന്തപ്പഴം കഴിച്ചുകൊണ്ടാണ് മൂപ്പർ തൻ്റെ വീഡിയോ പങ്കുവയ്ക്കുന്നത്. അതിനാൽ അദ്ദേഹം പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ആഴവും വിവരിക്കുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എവറസ്റ്റിന്റെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത്. എവറസ്റ്റ് വളരെ അടുത്താണ്. നമ്മൾ ഏകദേശം 5000 മീറ്ററിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നാട്ടിൽ നിന്ന് ലുലു മാളിൽ നിന്ന് മേടിച്ചുകൊണ്ട ഡേറ്റ്സ് ആണ്. നമ്മൾ ഇവിടെ വെച്ച് കഴിക്കാൻ പോവാണ്. പെട്ടെന്നൊരു തോട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലുലു മാള്, യൂസഫ് അലി, അദ്ദേഹമൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ സാമ്രാജ്യം സൃഷ്ടിച്ചത്. ഞങ്ങൾ ഈ മൗണ്ടൻ കയറുന്നത് താഴേന്ന് വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. നടന്ന് എവറസ്റ്റിൻ്റെ മുകളിൽ വരെ എത്തി. അത് കഴിഞ്ഞ് ഞാൻ 7 ഭൂഖണ്ഡങ്ങളും കവർ ചെയ്തു. യൂസഫ് അലി ആണെങ്കിൽ വളരെ സാധാരണക്കാരനായിട്ട് ജനിച്ച് ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ കൊടുമുടിയിലെത്തി. അപ്പോഴും മനുഷ്യന് വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സാധാരണ ആൾക്കാരെ സ്നേഹത്തിൽ കാണുക, എടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് മൗണ്ടൻ കയറാൻ വരുന്നുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്നത് പെട്ടെന്നൊന്നും കയറി കളയാം. ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ട്. ഈ അഹങ്കാരം ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർന്ന് പറക്കാൻ പറ്റുമെന്ന് കാണിച്ചു എന്നുള്ള ആളാണ് യൂസഫ് അലി. പെട്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരെയും കാണണമെന്ന് ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടാകും. അതുപോലുള്ള ഒരാളാണ് എനിക്ക് യൂസഫ് അലി. പിന്നെ നമ്മുടെ മമ്മൂട്ടി, പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരെയൊന്നും ഡയറക്റ്റ് കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അപ്പം നിങ്ങൾക്കും ജീവിതത്തിൽ ഇതുപോലെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ കാണും. അങ്ങനെയുള്ള ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ ഇന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പ്രപഞ്ചത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ കൊണ്ടെത്തിക്കും. ഈ പർവ്വതം കീഴടക്കുക, താഴെ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഈ പർവ്വതത്തിന് അരികിലേക്ക് എത്തുന്നത്. എവറസ്റ്റ് കണ്ടു, 7 ഭൂഖണ്ഡങ്ങളും കീഴടക്കി. ഇതുപോലെ തന്നെയാണ് ലുലു ഗ്രൂപ്പിന്റെ ഉടമ എം.എ. യൂസഫ് അലിയുടെ ജീവിതം എന്നാണ് ഈ പർവ്വതാരോഹകൻ പറഞ്ഞിരിക്കുന്നത്. താഴെ തട്ടിൽ നിന്നാണ് യൂസഫ് അലി ബിസിനസ് സാമ്രാജ്യം കീഴടക്കിയത് എന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സാധാരണക്കാരനായി എത്തിയ എം.എ. യൂസഫ് അലി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയത് സാധാരണക്കാരായ ആളുകളെ ചേർത്ത് പിടിച്ചതിലൂടെയാണ് എന്നും തൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നു. അഹങ്കാരം അത് മാറ്റിവെക്കുക, അത് മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിൽ പറക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നിടത്ത് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കാത്തിരിക്കുന്ന ആ നിമിഷത്തെക്കുറിച്ച്. എം.എ. യൂസഫ് അലിയെ നേരിട്ട് കാണുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ന് ഷെയ്ഖ് ഹസീൻ ഖാൻ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നു. ഒരു നാൾ ഉറപ്പായും അതിന് കഴിയുമെന്നും ആരാധകർ മറുപടി നൽകുകയാണ്. എന്തായാലും ഇത്തരം ആളുകളുടെ വീഡിയോ അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇദ്ദേഹം എവറസ്റ്റിൻ്റെ താഴെയിൽ നിന്ന് എല്ലാ പ്രതിസന്ധിയും നേരിട്ട് എവറസ്റ്റിന് മുകളിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് നാട്ടിൽ നമുക്കൊക്കെ മാതൃകയായ എം.എ. യൂസഫ് അലി എന്ന ബിസിനസ്സുകാരനെയാണ്. അദ്ദേഹം വളരെ സാധാരണക്കാരെ പോലും ചേർത്ത് നിർത്തി, സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ പോലും തൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വലുതായ ഒരു മനുഷ്യനാണ്. ആ ഒരു വലിപ്പത്തിലും അദ്ദേഹം തൻ്റെ എളിമ കൈവിടുന്നില്ല. അതുകൊണ്ടാണ് അഹങ്കാരം പാടില്ല എന്ന് ഈ പർവ്വതാരോഹകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യൂസഫ് അലിക്ക് എവറസ്റ്റിന് മുകളിൽ നിന്ന് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം, സന്തോഷം പ്രകടിപ്പിക്കാൻ ഈ പർവ്വതാരോഹകന് സാധിച്ചു എന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.